രണ്ടാമത്തെ ഒരു ആശയത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ ഇന്നത്തെ പഠന വിഷയത്തിന്റെ ഈശോ. ഹിബ്രു വേർഡ് യശ്വ എന്നാണ്. അതിന്റെ അർത്ഥം ടു ഡെലിവർ, ടു റെസ്ക്യൂ എന്നൊക്കെയാണ്. ഈശോ എന്ന വാക്ക് അരമായിക് സിറിയക്കാണ്. ആ അരമായിക് സിറിയക് ഫാമിലി ഈശോ എന്ന പദം നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വാക്കാണ് ഈശോ. അതിനും തന്നെയാണ് ആ അർത്ഥം വരുന്നത്. ഗോഡ് സേവ്സ്. ഈശോ എന്ന വാക്കിൽ തന്നെ സാൽവേഷൻ ഹിസ്റ്ററി മുഴുവനും ഒന്നിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഈശോ എന്നൊരു വാക്കിനകത്ത് രക്ഷാകര ചരിത്രം മുഴുവനായിട്ട് ഒന്നിക്കുന്നു എന്നുള്ള ഒരു മഹത്തായ സത്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ വിശ്വാസ പ്രബോധനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അവിടുന്ന് കാലഘട്ടത്തിലൂടെ വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ അബ്രാഹത്തിന്റെ വിളിയോടുകൂടി ദൈവം ഒരു വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നു. ആ വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ്. അബ്രാഹത്തെ വിളിച്ച് വേർതിരിച്ച് അവരായിരുന്ന ഒരു നൊമാഡിക് ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറ്റിയെടുത്ത് അബ്രാഹം തനിക്കുള്ളതെല്ലാം താൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകുക. എന്തിനു വേണ്ടി? വിശ്വാസികളുടെ പിതാവായിട്ട് ഒരു വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ വിശ്വാസ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം ആരാധന അർപ്പിക്കുക എന്നുള്ളതാണ്. മോശയുടെ കാര്യത്തിലാണേലും മോശ ദൈവജനത്തെ നയിക്കുവാൻ വേണ്ടിയിട്ട്, മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടും നിയുക്തനായ വ്യക്തിയാണ്. മോശയും ആവശ്യപ്പെടുന്നത് ഫറവോടെടുത്ത് എന്നിട്ട് ഈ ദൈവജനത്തെ വിട്ടുതരണം, ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തെ വിട്ടുതരണം. അപ്പൊ വിമോചനത്തിന്റെ ഒരു വലിയ അടിസ്ഥാനം തന്നെ ആരാധനയാണ്. വിശ്വാസത്തിന്റെ ആഘോഷമായ ആരാധന, ദൈവത്തെ ആരാധിക്കുക. അതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ യഥാർത്ഥ ആരാധകനായ മെശിഹായിലാണ് സമന്വയിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം സമാഗതമായിരിക്കുന്നു. അതായത് ഈശോ മെശിഹായില്, യഥാർത്ഥ വിമോചകനില് ആരാധനയുടെ പൂർണ്ണതയുണ്ട്. അതിലേക്കാണ് നമ്മൾ അടുക്കേണ്ടത് എന്നുള്ള സത്യം. പുറപ്പാട് പുസ്തകം 12, 21, 23 രക്ഷയുടെ വഴികൾ നമ്മൾ നിഴൽ കാണുകയാണ്. ഷാഡോസ് ആൻഡ് പ്രീഫിഗറേഷൻസ് ചിലതെല്ലാം ഞാനിവിടെ കാണിക്കുന്നു. രക്ഷ ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അതിന്റെ ആരംഭ അനുഭവങ്ങൾ രക്ഷാകര ചരിത്രത്തിലൂടെ നമുക്ക് ഈ നിഴലുകളും ഇതുപോലെയുള്ള പ്രതിരൂപങ്ങളും എല്ലാം കാണാനായിട്ട് സാധിക്കും. അത് പാസോവർ ലാമ്പിനെ കൊല്ലുന്നതാണ്. കുഞ്ഞാടിനെ കൊന്നിട്ട് ആ രക്തം കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുക. അപ്പോഴാണ് സംഹാരദൂതൻ ഇസ്രായേൽ ഭവനത്തിലെ കുടുംബങ്ങളെ കടന്നുപോയി അവരെ മോചിപ്പിക്കാൻ ഇടയാകുന്നത്. അവസാനത്തെ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുന്നത്. പാസോവർ ലാമ്പ് എന്നുള്ള ആ ആശയം തന്നെയാണ് ഈശോ മിശിഹായിൽ വന്നിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അവിടെ ഇതാ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തില് ഇതാണ് യഥാർത്ഥത്തിലുള്ള പാപം മോചിപ്പിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ തന്റെ ശിഷ്യഗണങ്ങൾക്ക് ഈശോയെ ചൂണ്ടിക്കാണിച്ചു. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കൊല്ലപ്പെടാനുള്ള കുഞ്ഞാട്. കൊല്ലപ്പെടലിലൂടെയാണ് ഈ രക്ഷ യാഥാർത്ഥ്യമാകുന്നത് എന്ന സത്യം. എന്തുകൊണ്ടാണ് മറ്റു തരം ഒരു ബലികളും രക്ഷാകരമാകാത്തത്? മൃഗബലികൾ അർപ്പിച്ചിരുന്നു. ആ മൃഗബലികളൊന്നും രക്ഷാകരമാകാത്തതിന്റെ കാരണം മനുഷ്യന്റെ രക്ഷ മനുഷ്യനായി അവതരിച്ച മെശിഹായുടെ രക്ഷാകരമായ മരണത്തിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത്. ക്രൈസ്റ്റ് ജീസസ് whom God put forward as a sacrifice of atonement by his blood. ലേഖനം 3:25 കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഈശോ മിശിഹായിലൂടെ അവിടുത്തെ രക്ഷാകരമായ മരണത്തിലൂടെയാണ് ഈ അറ്റോൺമെന്റ് യാഥാർത്ഥ്യമാവുക, രക്ഷ സാധ്യമാകുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് 2-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഈ ഹംബിൾഡ് ഹിംസെൽഫ് ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന തരത്തിലേക്ക് അത് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കാൻ നമുക്ക് ഈ ഒരു വലിയ സത്യം, ഈശോ മിശിഹ എന്ന പേര് തന്നെ രക്ഷയുടെ പേരായി മാറുന്നു. ഈശോയുടെ രക്ഷാകരമായ മരണത്തിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത് രക്ഷ എന്നുള്ള സത്യം നമ്മൾ ആഴത്തിൽ ഇവിടെ ഏറ്റുപറയുകയാണ് വിശ്വാസ പ്രമാണത്തിൽ ഈ കാര്യം പ്രൊഫസ് ചെയ്യുന്നതിലൂടെ. അതുപോലെ മറ്റൊരു കാര്യം കൂടെ, ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഇതെല്ലാം ക്രിസ്റ്റോളജിയുടെ വിവിധ മാനങ്ങളാണ്. സത്യം പറഞ്ഞതെല്ലാം നീണ്ട തീമുകൾ തന്നെയായിട്ട് നിലനിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിന്റെ വളരെ ബ്രീഫായിട്ടുള്ള ചില സമ്മറികൾ കണ്ട് അങ്ങ് പോവുകയാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട്. പവർ ഓഫ് ദ നെയിം ഓഫ് ജീസസ്.
അപ്പോസ്തല പ്രവർത്തനം 4:12. നമ്മൾ ഈ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശോ എന്നുള്ള പേരിന്റെ അർത്ഥവും ആഴവും അതിന്റെ രക്ഷാകരമായ മാനവും രക്ഷ മുഴുവൻ ഈശോയിൽ ഒന്നിച്ചു ചേരുന്നത് എങ്ങനെയാണെന്നുള്ള സത്യവും ഒപ്പം ആ പേരിന്റെ ശക്തിയും കൂടെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം കുട്ടികൾക്കൊക്കെ. ദർ ഈസ് സാൽവേഷൻ ഇൻ നോ വൺ എൽസ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായിട്ട് ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോ മിശിഹായുടെ അല്ലാതെ. എത്ര കൃത്യമായിട്ടാണ് അത് അപ്പോസ്തല പ്രവർത്തനം. ആദിമസഭയുടെ വിശ്വാസം അതായിരുന്നു, രക്ഷയ്ക്കായിട്ട് വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ധാരാളം വിമോചകരുണ്ട്, ധാരാളം ഭരണകർത്താക്കളുണ്ട്, ധാരാളം പരിഷ്കർത്താക്കളുണ്ട്, വലിയ വലിയ നേതാക്കന്മാരുണ്ട്. പക്ഷെ അതുപോലെ മതസ്ഥാപകരുണ്ട്, അവതാരങ്ങളായി കാണപ്പെടുന്നവരുണ്ട്. ആരൊക്കെ ആയിരുന്നാലും രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായ സഭയുടെ പ്രബോധനമാണ്. ഇതിനകത്ത് ഒരിക്കലും വെള്ളം ചേർക്കപ്പെടുന്നില്ല. ദൈവശാസ്ത്ര വിശകലനങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇന്റർ റിലീജിയസ് ഡയലോഗുകളും ഒക്കെ നമ്മൾ നടത്തുമ്പോഴും ഒരു കാര്യത്തിൽ നമുക്ക് വി കനോട്ട് കോംപ്രമൈസ് ഇൻ എനി വേ ദാറ്റ് ജീസസ് ഈസ് ദ ഓൺലി സേവിയർ. ദർ ഈസ് നോ സാൽവേഷൻ ഇൻ എനിവൺ എൽസ്. അത് രക്ഷാകരമായ ഒരു സത്യമാണ്. അത് ആദിമസഭയുടെ വിശ്വാസമാണെന്ന കാര്യം നമുക്ക് ഓർക്കാം. നമ്മുടെ കുട്ടികളോടൊക്കെ ധൈര്യമായിട്ട് പറയാൻ നമുക്കിത് സാധിക്കണം. കാരണം സ്വർഗം വെളിപ്പെടുത്തിയതാ, നമ്മുടെ ആരുടെയും കഴിവോ കണ്ടുപിടുത്തമല്ല, സഭ തന്നെ കണ്ടുപിടിച്ച കാര്യമല്ല. സ്വർഗം മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യം, വെളിപാടിന്റെ പൂർണ്ണതയായ മിശിഹായിലൂടെ സഭയ്ക്ക് കൈമാറപ്പെട്ട സത്യം, അപ്പസ്തോലിക പൈതൃകമുള്ള സഭയിലൂടെ ഇന്നും 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടരുന്ന ഒരു വിശ്വാസ സത്യമാണത്. അതുപോലെ പത്രോസും യോഹന്നാനും ആ ദൈവാലയ നടയിൽ സുന്ദര കവാടത്തിൽ നിന്നിരുന്ന ആ മുടന്തനായ മനുഷ്യനോട് പറയുന്നുണ്ട്, കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ, ഞങ്ങൾക്ക് സ്വർണ്ണമോ വെള്ളിയൊന്നും തരാനില്ല, കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ എഴുന്നേറ്റ് നടത്തുക. അവൻ അപ്പോൾ തന്നെ എഴുന്നേറ്റു. സോ ഡെലിവറൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമുക്ക് വളരെ വിഖ്യാതമായ പൗരസ്ത്യ സഭകളിലൊക്കെ ഒത്തിരിയേറെ ശ്രദ്ധ നേടിയ വലിയൊരു പ്രാർത്ഥനാ രീതിയാണ് ജീസസ് പ്രയർ. കർത്താവായ ഈശോയെ ദൈവപുത്ര, കർത്താവായ ഈശോ മിശിഹായ ദൈവപുത്ര, ഭാവിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ആ ജെറീക്കോയിലെ അന്ധന്റെ പ്രാർത്ഥനയാണത്. കർത്താവോട് നിന്നിട്ട് അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ഈശോ മിശിഹായുടെ നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഈശോ മിശിഹ സാക്ഷാൽ ദൈവപുത്രനാണെന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈശോ മിശിഹ എന്ന വ്യക്തിയുടെ നാമത്തിൽ ഈശോ രക്ഷിക്കുന്നവനാണ്, വിമോചകനാണ്. ആ നാമത്തിന് തന്നെ ആ ശക്തിയുണ്ട്. ആ നാമത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും ആ നാമത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കാനും നമുക്ക് സാധിക്കണം.